വെളിയങ്കോട് മുതൽ മലപ്പുറം ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാടം കടന്ന് തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വെളിയങ്കോട് ഒരു അണ്ടർപാസാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അണ്ടർപാസിന്റെ ആ ഏരിയ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അണ്ടർപാസിന്റെ 2 തൂണുകളെ വർക്കും പൂർത്തീകരിച്ച് ഗർഡിൽ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് വെളിയങ്കോട് അണ്ടർപാസിന്റെ വർക്കുകൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 6 വരിപ്പാതൊക്കെ ലെവലായിട്ട് നല്ല ഹൈറ്റിലാണ് സൈഡ് കോൺക്രീറ്റ് വളം ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കിലേക്കാണ് ഈ ഏരിയ നടക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾക്ക് അങ്ങോട്ടും പാസ് ചെയ്യുന്നതിന് വേണ്ടി ഒഴിവിട്ടിട്ടുണ്ടോ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ആറിവാളിൻ്റെ എത്ര ഹൈറ്റിലാണ് പോയതൊക്കെ നിങ്ങളെ കാണിക്കുക. അതുപോലെ 2 ചില സർവീസ് റോഡിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കാണാനുള്ള അണ്ടർപാസ് വരുന്നത് അയ്യോട്ടിച്ചിറയിലാണ് ഒരു അണ്ടർപാസ്. അതിൻ്റെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗർഡിൽ സ്ഥാപിച്ചു. ഇപ്പോൾ 2 ഭാഗത്തായിട്ടുള്ള സൈഡ് വാൾ 6 വാളിൻ്റെ വർക്ക് ഏകദേശം 1/4 ഭാഗത്തോളം 2 ഭാഗത്തും ബ്ലോക്ക് വെച്ച് പതിച്ച് വരും കേട്ടോ. അതിൻ്റെ വർക്കുകളോടെ തകരി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടില്ല. 2 സൈഡിൽ നോക്കി നല്ല ഹൈറ്റുള്ള 6 വരിപ്പാതൊക്കെ ലെവലായിട്ട് ഹൈറ്റിലാണ് ഇവിടുത്തെ 6 വാളിൻ്റെ വർക്കുകൾ, അതായത് സൈഡ് വാൾ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുകൾ ഭാഗത്ത് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഏരിയയിലൊക്കെ ഇനി കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഏരിയയിൽ നിന്ന് വെളിയങ്കോട് ഭാഗത്തേക്കൊന്ന് എടുത്തിട്ട് അയ്യോട്ടിച്ചിറ പാലപ്പെട്ടി കാപ്പിരിക്കാട് അണ്ടത്തോട് വരെ ഒന്ന് പോയി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് അയ്യോട്ടിച്ചിറ അണ്ടർപാസ് ഒന്ന് കണ്ടു നോക്കാം. പോയി നോക്കാം. അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഇവിടെ നട്ട തുടക്കം ഏകദേശം ഒരു 200 മീറ്റർ നീളം കാണും. 2 ഭാഗത്തെ 6 വരിപ്പാതൊക്കെ ലെവലായിട്ടുള്ള സൈഡ് വാളിൻ്റെ തുടക്കത്തിൽ കുറഞ്ഞ ഭാഗം കോൺക്രീറ്റിലും പിന്നീട് അങ്ങോട്ട് ബ്ലോക്ക് വെച്ചും പതിച്ചാണ് പോകുന്നത്. ഇവിടെ 2 സൈഡിലെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുപോലെ 2 സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വളരെ വേഗതയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ എന്തൊക്കെ വർക്കുകളാണെന്നുള്ളത് നിങ്ങൾ കാണിക്കാം. പോയി നോക്കാം. തുടക്ക സമയത്ത് കുറഞ്ഞൊരു ഭാഗമായിട്ട് കോൺക്രീറ്റിൽ സൈഡ് വാൾ ഉയർത്തി വരുന്നത്. പിന്നീട് കണ്ട് കൂടുതലും ബ്ലോക്ക് വെച്ചാണ് പടുത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അണ്ടർപാസിനൊപ്പിച്ചുള്ള ബ്ലോക്ക് പടുക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ നേരം അത് കണ്ടതിന് ശേഷം നമുക്ക് ആ ഏരിയയിലേക്ക് പോകട്ടോ. കണ്ടു വെക്കാം. അപ്പോൾ 6 വരിപ്പാതൊക്കെയുള്ള സൈഡ് മതിലിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പതിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് അടുത്ത ഇതുപോലത്തെ ഒരു അണ്ടർപാസ് വരുന്നതിന് പാലപ്പെട്ടിയിലാട്ടോ. അതും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കുമ്പോൾ ഇപ്പോൾ 2 സൈഡിലും ഈ സൈഡിലും അതുപോലെ ഈ ഭാഗത്തും ബ്ലോക്ക് വെച്ച് പതിച്ച് വരുന്ന വർക്കുകളാട്ടോ. ഒരു 5-6 ബ്ലോക്കിൻ്റെ ഹൈറ്റിലിവിടെ പടവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ സൈഡിൽ ഒരു 200 മീറ്റർ, ഈ ഭാഗത്തേക്ക് ഒരു 200-250 മീറ്റർ നീളത്തിലാണ് ഇവിടുത്തെ ഈ അണ്ടർപാസിനൊപ്പിച്ചുള്ള ഈ 6 വരിപ്പാത അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന അണ്ടർപാസ് പാലപ്പെട്ടിയിലാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ പാലപ്പെട്ടിയിൽ അണ്ടർപാസിൽ ഇതുപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോയി നോക്കാം എത്രത്തോളം ഇവിടുത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസ് വരെ ഒന്ന് പോകാം.
അണ്ടർപാസിൻ്റെ അതിൽ ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ നിലവിലുള്ള റോഡ് തന്നെ കയറിട്ടോ. അപ്പോൾ ആദ്യത്തെ റോഡിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും എന്താ പറയുക 6 വരിപ്പാതക്ക് ലെവലായി കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ഇവിടെ ആയിരുന്നു കണ്ടില്ലുകൾ. അവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് അതിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നതിന് വേണ്ടി അവിടെ മണ്ണ് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. കോൺക്രീറ്റ് വർക്കുകളൊക്കെ കുറഞ്ഞ ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കൂടുതലായിട്ടും ലെഫ്റ്റ് ഭാഗത്തേക്ക് മാറിയിട്ടാണ് 6 വരിപ്പാത കടന്നു പോകുന്നത്. അടുത്തൊരു ചെറിയ ടൗൺ പുതിയരത്തി അങ്ങാടി, ആ അങ്ങാടിയും കഴിഞ്ഞിട്ടാണ് നമ്മളെ പാലപ്പെട്ടി അണ്ടർപാസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും കടന്ന് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കൂടുതൽ നമ്മൾ കണ്ടില്ല ലെഫ്റ്റ് ഭാഗത്തേക്ക് തെന്നിയിട്ടാണ് നമ്മളെ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഏകദേശം സർവീസ് റോഡായി മാറും കേട്ടോ. ഈ സെൻട്രൽ ഭാഗത്ത് 6 വരിപ്പാതക്കുള്ള വർക്കുകളൊക്കെയാണ്. അതിനുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിരെത്തി അങ്ങാടെത്തി ഇതും കഴിഞ്ഞ് നമ്മൾ പാലപ്പെട്ടി ഭാഗത്തേക്ക് പെട്ടെന്നെത്താം അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക്. മലപ്പുറം ജില്ലയിൽ കാപ്പിരിക്കാട് ആ ഏരിയ വരെ KNRCL കമ്പനിയാണ് റോഡ് വർക്ക് ഏറ്റെടുത്തുള്ളത് മലപ്പുറം ജില്ലയിൽ. അതുപോലെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ശിവാലയ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അവർ ഏറ്റെടുത്തുള്ളത്, ഈ റോഡ് വർക്ക് ഏറ്റെടുത്തുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയരുത്തി ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഒക്കെ നിലവിലുള്ള റോഡ് സർവീസ് റോഡ് ആക്കിയിട്ട് നേരെ ഓപ്പോസിറ്റിലൂടെയാണ് നമ്മൾ കണ്ടത് അതുവരെ 6 വരിപ്പാത കടന്നു പോകുന്നത്. അതുപോലെ ആ ഭാഗത്ത് സർവീസ് റോഡ് ആ ഏരിയയിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്ത് ഏകദേശം നല്ല നീളത്തിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. ഈ സെൻട്രൽ 6 വരിപ്പാതയുടെ വർക്കുകളാണ് കാര്യമായിട്ട് ഇവിടെയൊക്കെ നടക്കാനുള്ളത്. നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെ കണ്ടല്ലോ. അതുപോലെ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റാനുണ്ട്. അതുപോലെ മണ്ണ് കമ്പാക്ട് ചെയ്ത് കോൺക്രീറ്റ് വർക്കുകളും ടാറിംഗ് വർക്കുകളും ഒക്കെ ഇനി 6 വരിപ്പാത ഇതുവരെ നമ്മൾ കണ്ടില്ല കേട്ടോ. ഇവിടം വരെ എത്തിയിട്ടും ഇതുവരെ 6 വരിപ്പാതകളുടെ ടാറിംഗ് വർക്കുകളോ മെറ്റൽ പ്രസ്സിങ് ചെയ്തോ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകൾ അതുപോലെ കോൺക്രീറ്റ് പോയ ഏരിയ സർവീസ് റോഡ് സ്ഥലം ലെവലാക്കി എടുത്ത് പോയ ഏരിയകളൊക്കെ കണ്ടു. ഏകദേശം നമ്മളിപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അയ്യോട്ടിച്ചിറയിൽ പറഞ്ഞതുപോലെ തന്നെ 100-200 മീറ്റർ നീളത്തിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി റോഡ് 2 ഭാഗത്തും സർവീസ് റോഡ് പുതുതായിട്ടുണ്ടാക്കിയ സർവീസ് റോഡിനാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ ആറിവാളിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ അണ്ടർപാസ് കണ്ടതുപോലെ തന്നെ 19 മീറ്റർ നീളത്തിൽ ആദ്യം കോൺക്രീറ്റ് വാളിലാണ് ഇത് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് പതിച്ചാണ് അതിൻ്റെ വർക്കുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയയേക്കാൾ കൂടുതലായിട്ട് ബ്ലോക്ക് പതിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ പാലപ്പെട്ടി മേഖലയിൽ. അപ്പോൾ 2 ഭാഗത്തും അതിൻ്റെ പണികൾ വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസ് വരെ ഏകദേശം നല്ലൊരു 10-12 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ചെറിയ പടവും ഇതിൻ്റെ ബ്ലോക്കിൻ്റെ താഴെയുള്ള ചെറിയ പടവും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ വർക്കുകളൊക്കെ കണ്ട് നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാം. പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ മുകളിലെ ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ. സൈഡിലെ തൂണിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ഗർഡറുകൾ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈഡ് ക്രാഷ് ബാരിയർ കമ്പികളൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതിന് അണ്ടർപാസിന് ഒപ്പിച്ച് 2 ഭാഗത്തെ ബ്ലോക്ക് പതിച്ച് ഉയർന്നു വന്ന് മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഒരു 100-150 മീറ്റർ നീളത്തിൽ സൈഡ് വാളൊക്കെ ബ്ലോക്ക് വഹിച്ച് നല്ല ഉയരത്തിൽ വന്നിരുന്നു. പിന്നെ അവിടെ ഒരു 50 മീറ്റർ അതിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ GB നെറ്റ് ബ്ലാക്ക് നിറത്തിൽ നെറ്റൊക്കെ സെറ്റ് ചെയ്ത് ബേബി മെറ്റലിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല നീളത്തിൽ ഒരേ ലെവലിൽ തന്നെ ഒരു 8-9 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ അതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വർക്ക് നടന്നിട്ടുണ്ട് 2 ഭാഗത്തും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഏരിയയിൽ നിന്ന് അണ്ടർപാസിൻ്റെ ഭാഗത്തുനിന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. അണ്ടർപാസിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട് നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ബ്ലോക്ക് പതിച്ച ഈ ഏരിയക്ക് നോക്കിയാൽ അവിടെയൊക്കെ മണ്ണ് ഒരുപാട് കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ടാവും.
അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ സൈഡ് കോൺക്രീറ്റ് വാള് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ബ്ലോക്ക് ഇനി പതിച്ചു വരുന്ന ഒരു മന്ദഗതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ട് ഭാഗത്തെയും കോൺക്രീറ്റ് വാള് നല്ല ഉയരത്തിൽ വന്നിട്ടുണ്ട്. എവിടേക്ക് ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കമ്പികളൊക്കെ ഉയർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കോൺക്രീറ്റ് ഇടുന്ന വർക്കിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ മുൻപത്തേക്കാൾ വളരെ വേഗതയിലാണ് നമ്മൾ ഈ ഏരിയയിലൊക്കെ കണ്ട ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ തൃശ്ശൂർ ജില്ലേൻ്റെ അതിർത്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്, കാപ്പിരിക്കാട്. ഇവിടെ നിന്ന് പെരിയമ്പലം അണ്ടത്തോട് വരെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ KNRCL കമ്പനി എടുത്തൊരു വർഷം പാക്കുണ്ട്. കുറച്ച് മുന്നേ വർക്ക് ആരംഭിച്ചാണ് മലപ്പുറം ജില്ലയിൽ. ആ ഒരു മാറ്റം മലപ്പുറം ജില്ലയിലുണ്ടല്ലോ. തൃശ്ശൂരിലേക്ക് ഒരു വർഷത്തെ മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നിലവിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡൊക്കെ 6 വരിപ്പാതൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. മലപ്പുറം ജില്ല എന്നാലും എല്ലാം അല്ലെങ്കിൽ ടാറിംഗ് വർക്ക് അല്ലെങ്കിൽ മെറ്റിട്ട് പോകുന്ന വർക്കുകൾ അല്ലെങ്കിൽ 6 വരിപ്പാത ലെവലാക്കിക്കൊണ്ട് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു മാറ്റമുണ്ട്. ഇപ്പോഴും എന്താ പറയുക, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന റോഡൊന്നും ഒരു കേടുപാടൊന്നും പറ്റിയിട്ടില്ല കുറേയൊക്കെ. അതുപോലെ വർക്കുകൾ വളരെ വേഗത്തിൽ നടന്നിട്ട് കേട്ടോ. ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ 6 വരിപ്പാതക്ക് ഇവിടെ മണ്ണ് കമ്പാക്ട് ചെയ്ത് പോയത് കാണാം. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് സർവീസ് റോഡായിട്ട് മാറും. നമ്മൾ തുടക്കത്തിൽ അയ്യോട്ടിച്ചിറ ഭാഗത്ത് കണ്ട പോലെ തന്നെ ഇവിടെ ഇത് സർവീസ് റോഡാക്കി മാറ്റും. അതുപോലെ ഇവിടെ മെയിൻ 6 വരിപ്പാതക്കുള്ള മണ്ണ് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ അവിടെ ആറിവാളിൻ്റെ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ, ആ സൈഡിലൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിന്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നല്ല വർക്കുകൾ ഉഷാറായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ അണ്ടത്തോട് വരെ എത്രത്തോളം വർക്കുകളാണ് തൃശ്ശൂരിൽ നടന്നത് എന്നുള്ളതൊക്കെ ആ ഏരിയയിൽ തിരിഞ്ഞ് നിങ്ങൾ കാണിക്കാം. പോയി നോക്കാം. നമ്മളിപ്പോൾ എത്തിയുള്ളത് പെരിയമ്പലം കേട്ടോ. ഈ ഏരിയയിൽ സർവീസ് റോഡുള്ള കോൺക്രീറ്റ് വർക്ക് ഉടനുണ്ടാവും കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ കമ്പാക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ 6 വരിപ്പാതക്കും മണ്ണ് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഗ്രേഡർ വെച്ച് മണ്ണൊക്കെ ലെവൽ ചെയ്ത് റോഡ് വെച്ചുള്ള പ്രസിംഗ് വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർവീസ് റോഡ് നമ്മൾ നിലവിലുള്ള റോഡായതുകൊണ്ട് തന്നെ ആ ഏരിയക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ 6 വരിപ്പാതനോട് ഒപ്പിച്ച് കണ്ടില്ലേ, ആ ഏരിയയിലൊക്കെ മണ്ണ് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഒരു കോൺക്രീറ്റ് വർക്കും ടാറിംഗ് വർക്കിലേക്കുമാണ് ഇനി പെരിയമ്പലം ഏരിയയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏരിയ എന്നുള്ളത് അണ്ടത്തോടാണ്. ആ ഭാഗത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്, അല്ല ഒരു അണ്ടർപാസ്. അതിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളതൊക്കെ അവിടെ തന്നെ കാണിക്കാം. അതിൻ്റെ പില്ലറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ, അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ തന്നെ കാണിക്കട്ടെ. പോയി നോക്കാം. ഇവിടെ അങ്ങോട്ട് എത്രയോ ദൂരം റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ശിവാലയ കമ്പനിയുടെ കോൺക്രീറ്റ് ഇടുന്നത്, അതായത് ഡ്രെയിനേജിനുള്ള ബോക്സ് കോൺക്രീറ്റ് ഇടുന്നതും 6 പാനലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളൊക്കെ ഈ ഏരിയയിലാട്ടോ. എത്രയോ ദൂരം ഇപ്പോൾ ഓരോ വെച്ച് വരിവരായി നിരന്ന് കിടക്കുന്ന കാണാണ്ടില്ല നിങ്ങൾ ബോക്സുകൾ. അതുപോലെ ആ ഭാഗത്തൊക്കെ
സൈഡ് വാളിനുള്ള പാനലും കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ സ്ഥലം അണ്ടത്തോട് ആ ഭാഗത്താണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എത്താനായിട്ടുണ്ട്, പോയി നോക്കാം. അവിടുത്തെ ഒരു ഫ്ലൈ ഓവറും കണ്ട് നമുക്ക് വീഡിയോ അവിടുത്തെ അണ്ടർപാസിൻ്റെ വർക്കും കണ്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം, പോയി നോക്കാം. അപ്പോൾ നമ്മൾ അണ്ടത്തോട് അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയിലെത്തിട്ടോ. ഇവിടുത്തെ അണ്ടർപാസ് ഫ്ലൈ ഓവർ മോഡലാണ്. ഫ്ലൈ ഓവറിൻ്റെ തൂണുകളൊക്കെ സെറ്റ് ചെയ്യണ മാതിരിട്ടോ അണ്ടർപാസിനുള്ള തൂണുകൾ റെഡിയാക്കുന്നത്. പിയർ ക്യാപ്പിന് നമ്മൾ കേരളം സ്ഥാപിച്ചിട്ടുള്ള രീതിയിലാണ്. മറ്റിടത്തൊക്കെ നമ്മൾ അണ്ടർപാസിനുള്ള സൈഡ് വാള് കോൺക്രീറ്റ് ഉയർത്തി അതിൻ്റെ മുകളിൽ ഗർഡറുകളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന വീഡിയോയാണ് ഞങ്ങൾ കാണിക്കാറുള്ളത്. അപ്പോൾ അവിടെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് ഇപ്പോൾ ഒരു 3-4 പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു തൂണുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ പോയിട്ടൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ കറക്റ്റ് പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയയൊക്കെ നിങ്ങളെ കാണിക്കാനും പറ്റും. അതുപോലെ ഇവിടെയൊക്കെ 6 പാനലാട്ടോ. സൈഡ് ബ്ലോക്ക് പതിക്കുന്നതിന് പകരം ഈ ചതപ്പുള്ള അല്ലെങ്കിൽ ഈ സോഫ്റ്റ് മണ്ണുള്ള ഭാഗത്തൊക്കെ ഈ പാനലാണ് ഇവിടെ സെറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ പാനലൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തൂണുള്ള വർക്ക് ഉണ്ടല്ലേ, പില്ലറിൻ്റെ തൂണിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഭാഗത്തും 2 സൈഡിൽ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഏരിയയിൽ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിട്ടുള്ളത്. വളരെ വേഗതയിലാണ് ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ നടന്നുകൊണ്ട്. മുന്നൊക്കെ വളരെ മന്ദഗതിയിലാണ്, മരങ്ങൾ വെട്ടാനുണ്ടായിരുന്നു, അതുപോലെ പോസ്റ്റുകൾ മാറ്റാൻ എത്രയോ അതൊക്കെ മാറ്റി ഇപ്പോൾ വേഗത കൂട്ടിയിട്ടുണ്ട് ശിവാലയ കമ്പനി. വളരെ ഉഷാറാണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ മലപ്പുറം ജില്ലയിലെ വെളിയംകോട് മുതൽ അണ്ടത്തോട് വരെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം, ഇൻഷാ അല്ലാഹ്.